ഗൈസ്, അപ്പോൾ ഓടോപീഡീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വട്ടവട കോവിലൂരുള്ള നെക്സ്റ്റ് സ്റ്റേ ആണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റേ ഉള്ള പ്ലേസാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ഫുള്ള് ജീപ്പിൽ പോയി. കാരണം ഇങ്ങോട്ടേക്ക് ജീപ്പിലാണ് പോകാൻ പറ്റത്തുള്ളൂ. ഞാനും ശങ്കരൻ ചേട്ടനും കുറച്ച് അഡ്വഞ്ചറായിട്ട് നടന്ന് കയറാണ്. നല്ല വഴിയാട്ടോ, സ്റ്റീപ്പാണ്, ജീപ്പിൽ തന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഒപ്പമായിട്ട് വേറെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജീപ്പിൽ മാത്രമല്ല പോകാൻ പറ്റുക, നമുക്ക് ലഗേജ് ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ അവർ ജീപ്പിൽ പോയത്. ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നടന്നു കയറാൻ പറ്റാവുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു റിസോർട്ടാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ടാണ് നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്തത്. അവിടെ കാണുന്ന നമ്മുടെ റിസോർട്ട് ഒരു കുഞ്ഞു വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വഴിയിലേ ഒരു കാള വന്നിട്ടോ, എനിക്കതിനെ ഭയങ്കര പേടിയാണ്. ഞാൻ അത് കാരണം കൊണ്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുക. പിന്നീട് ഈ കാള നമ്മുടെ അടുത്തേക്ക് ഓടി വന്നിട്ടോ. ഞാൻ നേരെ ഓടിപ്പോയി ഈ ചേട്ടൻ്റെ വീടിൻ്റെ മതിലൊക്കെ ചാടി, മതിലല്ല വേലി മതിലായിരുന്നു, അതൊക്കെ ചാടിക്കയറി ഈ ചേട്ടൻ വന്ന് നൈസായിട്ട് ഇതിനെ ഒതുക്കി തന്നിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ പോണ വഴിയിൽ ഫുൾ ഇങ്ങനെ യൂക്കാലിപ്റ്റസിൻ്റെ ഫുൾ മരങ്ങളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ AG മഡ് ഹൗസിലോട്ടേക്ക് എൻട്രി ചെയ്തിട്ടോ. ഈ ഒരു AG മഡ് ഹൗസിൽ നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് 2 മഡ് ഹൗസും അതുപോലെ തന്നെ ഒരു 4 ടെൻറ്റ് ഫെസിലിറ്റീസാണ് ടോട്ടലായിട്ട് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മഡ് ഹൗസിൻ്റെ റൂം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 പേർക്കോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു മോഡേൺ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാത്തൊരു റൂമാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം എന്ന് പറയുന്നത്. ഇതിനകത്തും നമുക്ക് 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2ലും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട്. പിന്നെ ഇത് വരുന്നതാണ് നമുക്ക് നമ്മുടെ ടെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെൻറ്റ് വലിയ ടെൻറ്റാണ്. ഇതിനകത്ത് നമുക്ക് 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. തൊട്ടപ്പുറത്തെ ടെൻറ്റിൽ 3 പേർക്കാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ സ്റ്റേക്ക് അനുസരിച്ചും നമുക്ക് പ്രൈസിലും വേരിയേഷൻസ് ഒക്കെ വരും. ഈ ഒരു AG മഡ് ഹൗസ് ടോട്ടലായിട്ട് ബുക്ക് ചെയ്യാണിച്ചിട്ടുണ്ടെങ്കിൽ 15 പേർക്കോളം വരെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. കാണുന്നതും ഒരു ടെൻറ്റ് സ്റ്റേ തന്നെയാണ് കേട്ടോ. ഹൈലൈറ്റ് ആണ് കേട്ടോ. എന്നെ ഓടിപ്പിച്ച് കാളി അവിടെ നിൽക്കുന്നുണ്ടാ. സൂര്യകാന്തി കുറേ ആയിട്ടില്ല. ഫുഡും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ എന്താണോ നമുക്ക് ആവശ്യം അത് പറയുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഫുഡ് ഇവർ പ്രിപ്പയർ ചെയ്ത് തരും. നമ്മളിവിടെ പറഞ്ഞത് നമ്മളൊരു ഊണ് വിത്ത് ഒരു ഫിഷ് ഫ്രൈ ആയിരുന്നു പറഞ്ഞിരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആവറേജ് ഫുഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറേ വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് ചെടികൾ നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെക്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി വെൽക്കം. കാരണം പ്രകൃതിയോട് അത്രയും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വേറെ റിസോർട്ട്സോ ഒന്നുമില്ല. ഫുൾ നമ്മളും ഈ ഒരു പ്രകൃതി മാത്രം തന്നെയുള്ളൂ. ബാക്കിലൊക്കെ ഫുൾ യൂക്കാലിപ്റ്റസ് ആണ് കേട്ടോ. വരുന്ന വഴിക്ക് ഫുൾ ഫോഗായപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ.
So this is AG Mud House. ഇവിടെ ടെൻറ്റ് സ്റ്റേയും മഡ് സ്റ്റേയും അത് മാത്രമല്ല അവിടെ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള ഏരിയ, ഗാർഡൻ ഏരിയ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനുള്ളത് ക്യാമ്പ് ഫയർ ഏരിയയിലാണ്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാനൊക്കെ പറ്റും, ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. നൈസാണ്. കുഞ്ഞൊരു ഗാർഡൻ ഉണ്ട്. ഈ ഒരു ഏജ് മഡ് ഹൗസ് ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ്. ടോപ്പിൽ ആ ഒരു ഗാർഡൻ, പിന്നെ നമ്മുടെ മഡ് ഹൗസ്, പിന്നെ അതിന് താഴെയായിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രില്ലിങ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ കൃഷിയുടെ സീസൺ ആണെങ്കിൽ ഇവർ ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് സീസണാണ്, അല്ലെങ്കിൽ ഫുൾ നമുക്ക് ഒരുപാട് കൃഷികളും കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഏജ് മഡ് ഹൗസിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാം കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് ഫുൾ കിടിലനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ AG മഡ് ഹൗസിൻ്റെ രാത്രിത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത്. ഈ ഒരു AG മഡ് ഹൗസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓണറായിട്ടുള്ള നമ്മുടെ ചിന്നുചേട്ടൻ്റെ ഫാമിലിയാണ് ഇത് മൊത്തത്തിൽ കൺസ്ട്രക്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഈ മഡ് ഹൗസ് ആയാലും ഈ എല്ലാ ഫെസിലിറ്റീസ് അവർ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ആരും തികച്ചും ഒരു ലക്ഷറിയോ അതോ ഒരു നോർമൽ റിസോർട്ടിൻ്റെ ഒരു ഫെസിലിറ്റീസ് എക്സ്പെക്ട് ചെയ്ത് ഇവിടെ വരണ്ട. കാരണം ഇത് ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ കാണിച്ചത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ദ ബാത്റൂം എന്ന് പറയുന്നത്. അടിപൊളി ഫെസിലിറ്റീസും ഒന്നുമില്ല. കാരണം ഈ ഒരു ആംബിയൻസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. സൗകര്യങ്ങൾ ഇച്ചിരി കുറവാണ്. ഇനി നമ്മുടെ ചിന്നുചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എയർ ഫ്രെയിമും കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ്സും ഒക്കെ ഇവിടെ ഇനി ഫർദർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെപ്പോലുള്ളവർ പോയിട്ടാണ് നമ്മൾക്ക് ഇവർക്ക് സജഷൻസ് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു AG മഡ് ഹൗസ് ബുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ചിന്നുചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ്. നമ്മളെങ്ങനെയാണോ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റേസൊക്കെ നല്ല നേച്ചർ ഫ്രണ്ട്ലിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ ആണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു സ്റ്റേ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റി ആയാലും ഇപ്പോൾ ഇലക്ട്രിക് ലൈനൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ജനറേറ്ററിലാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈഫൈയും കാര്യങ്ങളൊന്നും ഇവിടെ തന്നെ ഇല്ല. പക്ഷേ ബാക്കി എല്ലാവിധ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട ഒരു സ്റ്റേ ആണ്. ബാക്കി ഫുൾ കണ്ടില്ലേ, ഇത് രാവിലത്തെ ഒരു മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആയിട്ട് കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു ഇവിടുത്തെ. അത് മാത്രമല്ല പ്ലേസും അത്രയും പീസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഈ ഒരു ആംബിയൻസും ഈ ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ AG മഡ് ഹൗസിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ഫ്രം ഹോഡു പേഡീസ്.